ഈ വരുത്തുപൂക്കളം എന്ന് പറയുന്നത് ഈ നമ്മള് കത്തിക്കുന്ന സമയത്തല്ലല്ലോ, ഈ ഒരു ഞാനിതൊന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂർ ഇത്രയും ജനങ്ങൾ വരുന്നുണ്ട്. വന്നൂർ അമ്മേനെ ആവാഹിക്കാൻ തന്നെ പിന്നെ അമ്മ അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഗുണം കിട്ടാനാണ് ചെയ്യും. എനിക്കതിന് ഗുണമുണ്ട്. അമ്മ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നതിൽ കഥയില്ല. പലർക്കും അന്ധവിശ്വാസമാണെന്ന് പറയാം. ഈ അന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നിലയ്ക്കാത്തതെന്നല്ല അർത്ഥം. നിലയ്ക്കാത്തതല്ലേ വിശ്വാസം. കരിനീലി ഇതിന്റെ കൂടെ ഉള്ളതാണോ? അല്ല, അത് കവളമാർഗത്തിലാണ്. അല്ല, മുഴുവൻ ഇപ്പൊ മുരുകൻ ഒഴികെ ബാക്കിയെല്ലാം കവളമാർഗത്തിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, അതായിട്ടില്ല. അതിന് ഇനിയും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ വിദ്യാമണ്ഡം നമ്മളത് അങ്ങനെ കൊണ്ടുപോകും. ഈ കരിനീലിക്ക് കാളിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ അമ്മയുടെ മറ്റൊരു ദേവതാ സങ്കല്പമാണല്ലോ കരിനീലി. കൊടുങ്ങല്ലൂർ തമ്പുരാട്ടി എന്ന് പറയുന്ന അതേ സങ്കല്പത്തിൽ തന്നെയാണ് നമ്മുടെ കവളമാർഗത്തിലിരിക്കുന്ന കരിനീലി മലവാരത്തമ്മ സമ്പ്രദായം. ഇതിനെ ഓരോ പ്രദേശങ്ങളിലും ഓരോ രീതിയിൽ വിളിക്കണമെന്ന് മാത്രം. പിന്നെ പണ്ടുള്ള കാരണവന്മാർ ആരാധിച്ചുകൊണ്ട് വന്ന കുറച്ച് രീതികളുണ്ടല്ലോ. അപ്പോൾ അന്നിപ്പോൾ അവർ ആ ഒരു പേരിട്ട് വിളിച്ചു, അതങ്ങനെ ആ ഒരു ശൈലിയിലേക്കായി. പക്ഷെ മലവാരത്തമ്മയ്ക്ക് പ്രത്യേകിച്ച് രൂപങ്ങളില്ല എന്നാ പറയാം. അതിനെ കാണുന്നവൻ്റെ, അതായത് നമ്മുടെ മുൻപിൽ എന്താണോ ഭഗവതി, അതാണ് കരിനീലി. അതുകൊണ്ട് തന്നെ പറയല് കാറ്റായിട്ടും മഴയായിട്ടും കരിനീലി വരും എന്ന് പറയും. അപ്പോൾ ഭഗവതിയായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്, പല രീതികൾ കൊണ്ട് മാറ്റങ്ങളും ഉണ്ട്. പ്രസൻസ് എങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നത്? അതാ ഉപാസനാ മാർഗത്തിലേക്ക് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതായത് കരിനീലിയെ ഉപാസിക്കണമെങ്കിൽ കല്ലടിക്കോട് മലവാരത്ത് മുത്തിക്കുളത്തിൽ കുളിച്ച് 41 ദിവസം വ്രതമനുഷ്ഠിച്ച് ഉപാസന എടുക്കണം എന്നാണ് പറയും. അത്തരം രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്നുള്ള ഒരാളും അത്തരം രീതിയിലേക്കൊന്നും പോണില്ല. റിസ്ക് എടുക്കാൻ വയ്യായിരുന്നു. ചെന്നിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 6 മാസമായിരിക്കാം, ചിലപ്പോൾ 6 മിനിറ്റ് ആയിരിക്കാം. ഉപാസകൻ ആ മൂർത്തിയോട് ഏത് രീതിയിലാണോ സമീപിക്കുന്നത് അത്തരം രീതിയിൽ പെട്ടെന്നുള്ള അനുഭവങ്ങളും കിട്ടും. അതാണ് ഉപാസനയുടെ പ്രത്യേകത. ഈ ക്ഷേത്രപാലകൻ, അപ്പം അതേപോലെ ഇവിടുത്തെ മൂർത്തികൾക്ക് കാവലർ, ഇവിടുത്തെ മൂർത്തികൾക്ക് കാവലെന്ന് പറയാനായിട്ട് നമ്മൾ സങ്കല്പിച്ച് പോകുന്നത് അവിടെ ഒരു മേഡം അങ്ങോട്ട് കയറുമ്പോൾ കാണാൻ പറ്റും. അവിടെ ഒരു മുത്തപ്പൻ്റെ ഒരു സങ്കല്പം ഉണ്ട് അവിടെ. മുത്തപ്പൻ അത് മലവാരത്തമ്മയുടെ നേരാങ്ങളെ എന്നാ പറയാം, കള്ളാടി മുത്തൻ. അപ്പോൾ അതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞ പോലെ അതായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. മുത്തപ്പൻ്റെ സംരക്ഷണയിലാണ്. അങ്ങനെ ആയിരുന്നു നമ്മൾ ഭഗവതിയുടെ ശിലയ്ക്ക് ആദ്യത്തെ വിളക്ക് കത്തിച്ചത്. പിന്നീടാണ് അതിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഇത്തരം രീതിയിലേക്കൊക്കെ എത്തിയത്. ഈ ഇങ്ങനെ ഉപാസനകൾ അല്ലെങ്കിൽ ഇത് ജപങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചില പലരും ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നതായിട്ടും ചിലമ്പിൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് അവരുടെ ദേവി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യം അറിയിക്കുന്നത് ഈ ശബ്ദത്തിലൂടെ ആയിരിക്കും. അങ്ങനെയുണ്ടോ? നമുക്ക് ചിലമ്പിൻ്റെ ഒച്ച കേട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് അത്ര വ്യക്തമായിട്ടില്ല. ഞാൻ ഇല്ലാത്തത് പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന നേരത്തെ മേഡം വന്നപ്പോൾ ചോദിച്ചൊരു കിലുങ്ങുന്നൊരു സാധനം, അരമണി. നമ്മുടെ കർമ്മങ്ങളെല്ലാം കഴിയുമ്പോൾ അരമണിയുടെ ശബ്ദം ഇവിടെ കേൾക്കാറുണ്ട്. അതായത് ഇപ്പം എനിക്ക് മാത്രമല്ല അത് ഫീൽ ചെയ്തേക്കണം, കർമ്മത്തിന് വരുന്ന ആളുകൾ വരെ ചിലപ്പോഴേ ഞാൻ കേൾക്കാറുള്ളൂ. അവരെ കൂടുതലും അതിനെ കേൾക്കുന്നത്. അങ്ങനെ അരമണിയുടെ ശബ്ദങ്ങൾ വരാറുണ്ട്. അല്ല, അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുമെന്ന് പറയുമ്പോൾ അത് എന്താണെന്നാ പറഞ്ഞത്? നല്ലതിനും ചീത്തയ്ക്കും ഉണ്ടാവാലോ എന്ത് കാര്യം. നമ്മുടെ ഒരു കർമ്മം, നമ്മളുടെ വിശ്വാസം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ പൂർണ്ണത എത്തി എന്നുള്ളൊരു സിഗ്നലാണ് നമ്മൾ ആ അമ്മയുടെ അരമണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനി കൂടുതലായിട്ട് അങ്ങനെ കേൾക്കുമ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ പറയുന്ന കുറേ നേരം ഇങ്ങനെ നിന്ന് അരമണി
കിലുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും മറ്റൊരു കാരണം കൊണ്ടായിരിക്കാം. അതിനെ നമ്മൾ ഭഗവതിയുടെ അടുത്ത് ഇരുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മയുടെ മുമ്പിൽ ചെന്നിരുന്ന് അമ്മയുടെ മൂലമന്ത്രമായിട്ട് യോജിച്ച ആ ഉപാസനാവേളയിൽ അമ്മയോട് തന്നെ ചോദിക്കണം. അത് നമുക്ക് ഉൾവിളിയായിട്ട് കാണിച്ചു തരും. അങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായം. അപ്പം ഇതിൽ വിശ്വസിക്കാത്ത, അപ്പോൾ എല്ലാത്തിനോടും ഒരു ഇതിന് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഓപ്പോസിറ്റായിട്ട് ഉപാസനകൾ ചെയ്യുന്ന, ഇവിടെ ചെയ്യുന്നതിന് തന്നെ കൗളത്തിന് തന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കുന്നത്? കാരണം ഈ എനർജികളെയൊക്കെ മറ്റ് എനർജികളെയും കൂടെ പിടിച്ച് കിട്ടി സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുന്ന ആൾക്കാരെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അതേപോലുള്ള മാന്ത്രികർ പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അവിടെ മൂക്കഞ്ചാത്തനാണ് പുറത്ത് ഭഗവതിക്ക് കാവലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയുന്നത് മന്ത്രവാദികളുടെ ഒരു എല്ലാം കൊണ്ടേ കൊട്ടുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഭഗവതിക്ക് എനർജി കുറയണ്ടേ? അപ്പോൾ ഒന്ന് പോണതും ഒന്ന് കിട്ടുന്നത് നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ കൊടുങ്ങല്ലൂർ ഇത്രയും ജനങ്ങൾ വരുന്നുണ്ട്. വന്നൂർ അമ്മേനെ ആവാഹിക്കാൻ നിന്നാൽ പിന്നെ അമ്മ അവിടെ ഉണ്ടാവും. അത് ചിലവരുടെ വിശ്വാസങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനുമില്ല, ഞാൻ അവരെ ചോദ്യം ചെയ്യാനുമില്ല. കണ്ടാലെന്തും പറയും, അത്രയേ ഉള്ളൂ. അല്ല, ഇവിടെ ഈ വരുത്തുപോക്കെന്നൊക്കെ പറയുന്ന അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്തരം രീതിയിൽ എത്തിയത്. അല്ല, ഇവിടെ ഉപാസിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ ദേവി അങ്ങനെ പോവോന്നാ ചോദിച്ചത്. എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാറില്ലെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഭഗവതി അങ്ങനെ എഴുന്നേറ്റ് പോകണമെങ്കിൽ പിന്നെ നമുക്ക് ഭഗവതിക്ക് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സങ്കല്പം ഉണ്ടല്ലോ, നമ്മുടെ തമ്പുരാട്ടിയാണ്. ആ വിളക്ക് ഞാൻ കത്തിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഗുണമുണ്ട്. ഞാനത് വിളക്ക് കത്തിക്കാതിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ദോഷങ്ങളുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് ഗുണം കിട്ടാനേ ചെയ്യും. എനിക്കതൊരു ഗുണമുണ്ട്. അമ്മ ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളത് ശരിയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വിളക്ക് കത്തിക്കുന്നതിൽ കഥയില്ല. ഈ വരുത്തുപോക്കളെന്ന് പറയുന്നത് ഈ നമ്മള് കത്തിക്കുന്ന സമയത്തല്ലല്ലോ. ഈ ഒരു ഞാനിതൊന്നും കണ്ടിട്ടില്ല. എനിക്ക് അത് കാരണം എനിക്ക് അതിനോടൊന്നും പറയാനുമില്ല. ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇതൊരു എനർജി ആണെന്ന രീതി മാത്രമേ ഉള്ളൂ. എനർജി എന്ന് പറയാം, എനർജി ഉണ്ടെങ്കിലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ജീവൻ നിലനിന്നാൽ മാത്രമല്ല നമുക്ക് ഇത്തരം രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ സാധാരണ കേൾക്കുന്ന രീതിയിൽ ഈ സൂപ്പർ അത്രയും ആ തലങ്ങളിലൊന്നും അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, പല ആൾക്കാരും നമ്മുടെ സ്വപ്നങ്ങളിലെ ദേവി, ഇപ്പോൾ ഭദ്രകാളിയുടെ ആണെങ്കിൽ ഭദ്രകാളിന്റെ സ്വരൂപം പലപ്പോഴും സ്വപ്നം കാണുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ ഭഗവതിനെ കൊണ്ട് നടക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ നേരത്തെ മേഡം പറഞ്ഞ നെഗറ്റീവ് കമൻറ്റുകൾ മേടിക്കുന്നതിന് നല്ലത് നമ്മൾ ഭഗവതിനെ എങ്ങനെ കൊണ്ടു നടക്കുന്നു അത് നമ്മുടെ മനസ്സിലിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ ആരും അടിച്ചേൽപ്പിക്കുന്നില്ല ഒരു കാര്യം. പലർക്കും അന്ധവിശ്വാസമാണെന്ന് പറയാം. ഈ അന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നിലയ്ക്കാത്തതെന്നല്ലേ അർത്ഥം. നിലയ്ക്കാത്തതല്ലേ വിശ്വാസം. അപ്പോൾ ആ വാക്കുകളെയൊക്കെ തന്നെ തെറ്റായിട്ടാണ് മറ്റുള്ളവർ ചിത്രീകരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ രീതികളും എൻ്റെ കർമ്മങ്ങളും അത് എനിക്ക് ശരിയെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. ആർക്കും ഉപദ്രവമായിട്ടൊന്നിനും ഞാൻ നിൽക്കുന്നില്ല. ഇപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്കങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇരുന്നൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു മീഡിയയിലായാലും ഒരു മൊബൈലിൽ കൂടെ ആയാലും നമ്മൾ സംസാരിച്ചിട്ടില്ല. എനിക്കുള്ള അനുഭവങ്ങൾ എന്നിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിക്കുക. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഓരോ ആളുകൾ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ, അല്ലാതെ ചെയ്യില്ലല്ലോ. ഇതിൽ ഇപ്പോൾ പൂജകളൊക്കെ ചെയ്യുന്നത് സ്വാമി തന്നെയല്ലേ? അപ്പം ഇത് സ്വാമിയുടെ കാലശേഷം അപ്പം ഇത് കൈമാറി പോവോ അതോ? എൻ്റെ മരണം ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് നോക്കാനും ഈശ്വരൻ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ടാവും.
അല്ല പല സ്ഥലങ്ങളിലും അങ്ങനെ നോക്കപ്പെടാതെ സ്വാമി തന്നെ പറഞ്ഞില്ലേ പണ്ട് ആരാധനകൾ ഉണ്ടായിരുന്നു, പക്ഷേ കാലക്രമേണ അത് ഏറ്റെടുക്കപ്പെടാതെ പല സ്ഥലങ്ങളിലും അങ്ങനെ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് അത് പല തലങ്ങളിലും തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട്. പക്ഷേ എന്താ ഇപ്പോൾ എന്തെങ്കിലും ഒരു നിമിത്തം കൊണ്ടായിരിക്കുമല്ലോ വീണ്ടും ഈ ഒരു ഭാഗം അല്ലാഞ്ഞിട്ട് പോലും സ്വാമി വീണ്ടും ഇത് ഏറ്റെടുക്കുകയും ഇപ്പം ആ ഒരു പാതയിലൂടെ പോകുന്നത്. അപ്പോൾ ഇത് അതിന് ശേഷം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന അങ്ങനെ ഒരാൾ വരും, അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. ഇതിനെ ബന്ധപ്പെട്ടിട്ട് ഇതിനോട് കൂടുതൽ താല്പര്യവും കാര്യങ്ങളുമുള്ള ഒരാളുണ്ടാകും. അത് നമുക്ക് നമ്മുടെ ഭഗവതി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മരണശേഷമുള്ളൂ, അതങ്ങനെ നടക്കട്ടെ അത്തരം രീതിയിലേക്ക്. നന്ദി സ്വാമി. ഇത്രയും നേരം സ്വാമിയുടെ ജീവിതത്തിലുണ്ടായ അല്ലെങ്കിൽ ഉപാസനകളെ പറ്റിയിട്ടും ഇവിടെ എന്താണ് ഉള്ളത് അല്ലെങ്കിൽ കൗളമാർഗത്തിലുള്ള രീതികൾ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നതിന് നന്ദി.